മകൻ MLA ആണെന്ന് പറഞ്ഞാലും മകനെ വളരെ എളുപ്പം പുള്ളിയുടെ അതുപോലെ തന്നെ പരിപാലിക്കും. എന്നാലും ഇത്രയൊരു നല്ലൊരു ജനകീയനായൊരു നേതാവ് കേരളത്തിന് ഉണ്ടാകില്ല. പുള്ളിയുടെ അനുഗ്രഹമാണ് പുതുപ്പള്ളിയിലെ കോൺഗ്രസ്സുകാർക്ക്. പുള്ളിയുടെ അനുഗ്രഹം പുതുപ്പള്ളിയിലെ കോൺഗ്രസ്സുകാർക്ക്. ആ അനുഗ്രഹം പുള്ളി മരിച്ച നാളിൽ ഞങ്ങളുടെ കൊടുത്ത് ജീവനോടെ ഉണ്ട് ഇപ്പോഴും. അങ്ങനെയൊരു നേതാവാണ് പുള്ളി. ആ ജീവനോടെ ഉള്ള ആ ഉമ്മൻചാണ്ടി സാറിനെ ഞങ്ങൾക്കൊരു കാരണവശാലും മറക്കാൻ പറ്റത്തില്ല. ഇനി അടുത്ത നിയമസഭാ ഇലക്ഷനും എൻ്റെ കണക്കനുസരിച്ച് 110 സീറ്റ് കോൺഗ്രസിന് കിട്ടും. കോൺഗ്രസ് വളരെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും. അപ്പം നമുക്കിപ്പോൾ ഉള്ളത് നമ്മുടെ പുതുപ്പള്ളിയുടെ സ്വന്തം ഉമ്മൻചാണ്ടി സാറിനൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരു ചേട്ടനാണുള്ളത്. അപ്പോൾ നമുക്ക് ഉമ്മൻചാണ്ടി സാറിനെക്കുറിച്ചും അതുപോലെ UDFൻ്റെ ഈ വിജയത്തെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ ചേട്ടാ പേരെന്താണ്? എൻ്റെ പേര് കുഞ്ഞെന്ന് പറയും, കാട്ടുമറ്റം, അല്ലെങ്കിൽ ജോസഫ് കോര. അപ്പം ഉമ്മൻചാണ്ടി സാറുമായിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്നു എന്ന് പറയാം. അപ്പം എങ്ങനെയാണ് ആ പ്രവൃത്തി പരിചയം എന്ന് പറയാമോ? ഉമ്മൻചാണ്ടി സാറ് ഇലക്ഷൻ ആദ്യം നിൽക്കുമ്പോൾ തൊട്ട് പുള്ളിയുടെ പേർക്ക് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അത് പുള്ളി മരിക്കുന്നവരെയും നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളി 11 പ്രാവശ്യം ഇലക്ഷൻ 11 പ്രാവശ്യം വിജയിച്ചു. ഈ 11 പ്രാവശ്യം ഇലക്ഷനും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. നല്ല ഭൂരിപക്ഷത്തോടെ പുള്ളി വിജയിച്ചു. ആ ലാസ്റ്റ് ഇലക്ഷൻ മാത്രമേ ഭൂരിപക്ഷം കുറഞ്ഞുള്ളൂ. ബാക്കിയെല്ലാം നല്ല ഭൂരിപക്ഷം ജയിച്ചു. ആ ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രവർത്തനം കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം ചെയ്തു. അതിൻ്റെ ഗുണമാണ് പുള്ളിയുടെ മരണകാലത്ത് പുള്ളിക്ക് അതുപോലെ ജനങ്ങളൊരു സ്വീകരണം കൊടുത്ത് മരണകാലത്ത് പുള്ളിയുടെ നാടിൻ്റെ പേർക്ക് പുള്ളി ചെയ്തില്ല, കേരളത്തിലെ മൊത്തം ജനങ്ങൾക്ക് വേണ്ടി പുള്ളി ചെയ്തു. പുതുപ്പള്ളിക്കാരുടെ പേർക്കല്ല, ഈ കേരളത്തിലെ മൊത്തം ജനങ്ങൾക്ക് വേണ്ടി പുള്ളി ചെയ്തു. ഏത് മനുഷ്യനും എപ്പം വീട്ടിൽ കയറി ചെന്നാലും കാണാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അത് മന്ത്രിയായിരുന്നപ്പോഴും MLA ആയിരുന്നപ്പോഴും മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും മടുക്കള പോലെ കയറി ചെന്ന് എല്ലാവരും കാണാൻ സ്വാതന്ത്ര്യമുണ്ട്. അതുപോലൊരു മുഖ്യമന്ത്രി ഇനി കേരളത്തിൽ കിട്ടുകയില്ല. മകൻ MLA ആണെന്ന് പറഞ്ഞാലും മകനെ വളരെ എളുപ്പം പുള്ളിയുടെ അതുപോലെ തന്നെ പരിപാലിക്കും. എന്നാലും ഇത്രയൊരു നല്ലൊരു ജനകീയനായൊരു നേതാവ് കേരളത്തിന് ഉണ്ടാകില്ല. ഒറ്റ MLAയുടെ ഭൂരിപക്ഷത്തിലാണ് പുള്ളി 5 വർഷം മുഖ്യമന്ത്രിയായി ഭരിച്ചത്. അത് പുള്ളിയുടെ ആ കഴിവിൻ്റെ നയത്തിൻ്റെയും കൂടുതലുണ്ടാണ് പുള്ളി അങ്ങനെ ഭരിച്ചത്. ജനങ്ങളുമായിട്ടുള്ള അടുപ്പം. ആ പുള്ളി മരിച്ചു കഴിഞ്ഞിട്ട് മകൻ നിന്നു. മകൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പുള്ളി ഉണ്ടായിരുന്നപ്പോൾ പുതുപ്പള്ളി പഞ്ചായത്ത് നഷ്ടപ്പെട്ടു പോയി. പുള്ളി മരിച്ചു കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പുതുപ്പള്ളി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ പഞ്ചായത്ത് പിടിച്ചെടുത്തു. അത് ഉമ്മൻചാണ്ടിയുടെ അന്നത്തെ ജനങ്ങളുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ കൂടുതൽ കൊണ്ടും പുള്ളിയുടെ ആ ജനങ്ങൾക്ക് ചെയ്ത സേവനത്തിൻ്റെ കൂടുതലും ഇപ്പം വൻ ഭൂരിപക്ഷത്തിൽ പുതുപ്പള്ളി പഞ്ചായത്ത് പിടിച്ചെടുത്തിരിക്കുക. ഇനി പുള്ളിയുടെ കവറിങ്കപ്പോയ അടുത്ത ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും ആരെങ്കിലും സ്ഥാനാർത്ഥിയുണ്ട് എല്ലാവരും കൂടെ കവറിങ്കപ്പോയി പ്രാർത്ഥിച്ച് ഇലക്ഷൻ നിൽക്കാറുള്ളൂ. ഈ പഞ്ചായത്ത് ഇലക്ഷനും അങ്ങനെയാണ് എല്ലാവരും ചെയ്തത്. പുള്ളിയുടെ അനുഗ്രഹമാണ് പുതുപ്പള്ളിയിലെ കോൺഗ്രസ്സുകാർക്ക്. പുള്ളിയുടെ അനുഗ്രഹം പുതുപ്പള്ളിയിലെ കോൺഗ്രസ്സുകാർക്ക്. ആ അനുഗ്രഹം പുള്ളി മരിച്ച നാളിൽ ഞങ്ങളുടെ കൊടുത്ത് ജീവനോടെ ഉണ്ട് ഇപ്പോഴും. അങ്ങനെയൊരു നേതാവാണ് പുള്ളി. ആ ജീവനോടെ ഉള്ള ആ ഉമ്മൻചാണ്ടി സാറിനെ ഞങ്ങൾക്കൊരു കാരണവശാലും മറക്കാൻ പറ്റത്തില്ല. പുള്ളിയുടെ അനുഗ്രഹം പുതുപ്പള്ളിയിൽ എന്നും ഉണ്ടായിരിക്കും. അതിൻ്റെ തെളിവാണ് ഇന്ന് ഈ പഞ്ചായത്ത് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇനി അടുത്ത നിയമസഭാ ഇലക്ഷനും എൻ്റെ കണക്കനുസരിച്ച് 110 സീറ്റ് കോൺഗ്രസിന് കിട്ടും. കോൺഗ്രസ് വളരെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ള ഉറപ്പെനിക്കുണ്ട്. അത് മാത്രമേ ഇനിയും പറയാനുള്ളൂ. ചേട്ടനിപ്പോൾ എത്ര നാളായി കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നു? ഇപ്പം എനിക്കിപ്പോൾ 76 വയസ്സായി. ഞാൻ 18 വയസ്സിൽ തുടങ്ങിയ പ്രവർത്തനം. അപ്പം അന്ന് തൊട്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ. ഉമ്മൻചാണ്ടി സാർ ആദ്യം ഇലക്ഷൻ നിൽക്കുമ്പോൾ ആ കൂടെ ഞാൻ ഇറങ്ങിയ ആളാണ്. ഇന്ന് ആ രീതിയിൽ നിൽക്കുന്നു. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF ആണ് പുതുപ്പള്ളി പിടിച്ചെടുത്തത്. അപ്പം അതിൽ നിന്ന് പഞ്ചായത്ത് ഓക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും UDF തിരിച്ച് പിടിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വന്നിരുന്നത് ഉമ്മൻചാണ്ടി തരംഗം വീണ്ടും വന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഉമ്മൻചാണ്ടി സാറിൻ്റെ ഉമ്മൻചാണ്ടി സാറ് മരിക്കുമ്പം അന്നത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ശകലം അപാകത ഉണ്ടായിരുന്നു പുതുപ്പള്ളി പഞ്ചായത്തിൽ. അതുകൊണ്ടാണ് പഞ്ചായത്ത് പോയത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ പോവില്ല പഞ്ചായത്ത്. എനിക്ക് 100% ഉറപ്പുണ്ട്. ഉമ്മൻചാണ്ടി സാറുണ്ടെങ്കിൽ പഞ്ചായത്തിലെ ഒരു സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ ഇതിലായിരുന്നു. ഇതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥി നിർത്തും ഉമ്മൻചാണ്ടി സാറില്ല ഉണ്ട്. പക്ഷേ ഒരു ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞതനുസരിച്ചല്ല ഒന്ന്. അതുകൊണ്ട് പഞ്ചായത്ത് പോയി. ഈ വേള ചാണ്ടികുമ്മയുടെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ സ്ഥാനാർത്ഥി നിർത്തി. ചാണ്ടികുമ്മയുടെ എല്ലാ പഞ്ചായത്തും ഈ 8 പഞ്ചായത്തിനും പോയി സ്ഥാനാർത്ഥികളെ നിർത്തിവെച്ച് 7 പഞ്ചായത്തും കിട്ടി.
ഇപ്പോഴും ചേട്ടൻ കോൺഗ്രസിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഞാനിപ്പോഴും ഉണ്ട്, ഈ വേള ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗുണം എനിക്ക് അതിൻ്റെ ഗുണം നോക്കിയല്ലേ ഞാൻ വിശ്വസിക്കുന്ന ഒരു പാർട്ടി ഉണ്ട്. ആ പാർട്ടിയിൽ ഈ പ്രാവശ്യം വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഉണ്ടായിരുന്നു, 100% എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. നിലവിലെ LDFിൻ്റെ ഭരണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിലവിലെ LDFിൻ്റെ ഭരണം കൊണ്ടാണ് ഇപ്പോൾ ഇത് പോകേണ്ടി വന്നത്. LDF ഈ പുതുപ്പള്ളി പഞ്ചായത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. അവർ ഭരിച്ചു, അവരവരുടേതായ കാര്യങ്ങൾ നോക്കി. ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല, പഞ്ചായത്തിന് വേണ്ടി. അറിയാനുള്ള കഴിവില്ലായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പം 2026 UDF ഇലക്ഷന് 26 UDF ഇലക്ഷന് ഒരു 110 സീറ്റിൽ UDF ജയിച്ച് വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും.